PMSCB Smart Mart 40 feet road പള്ളുരുത്തി. നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു PMSCB Smart Mart 40 feet road പള്ളുരുത്തി. ബിഗ് ബെൻ ഹൗസ് അന്തേവാസികളുടെ ദുരിതത്തിന് അറുതിയാവുന്നു. നവീകരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. കെട്ടിടം നവീകരിച്ചത് 25 ലക്ഷം രൂപ മുടക്കി വ്യവസായി AM നൗഷാദ്. മട്ടാഞ്ചേരിയിലെ പുരാതന കെട്ടിടങ്ങളിലൊന്നായ കോമ്പാറമുക്ക് ബിഗ് ബെൻ ഹൗസ് കെട്ടിടത്തിലെ അന്തേവാസികളുടെ ദുരിത ജീവിതത്തിന് ഒടുവിൽ അറുതിയാകുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇവർ നയിക്കുന്ന ദുരിത ജീവിതത്തിന് വിരാമമായി ബിഗ് ബെൻ ഹൗസ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 25 ലക്ഷം രൂപ വിനിയോഗിച്ച് കൊച്ചിയിലെ വ്യവസായി കൂടിയായ AM നൗഷാദാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. 6 കുടുംബങ്ങളാണ് ഈ കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്നത്. ബിഗ് ബെൻ ഹൗസ് അപകടാവസ്ഥയിലായതോടെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിലാണ് കഴിഞ്ഞ 3 വർഷമായി കഴിഞ്ഞു വന്നിരുന്നത്. ഇവിടെ ദുരിതപൂർണ്ണമായിരുന്നു ഇവരുടെ ജീവിതം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പതിഞ്ഞത് ബധിര കർണങ്ങളിലാണെന്ന് മാത്രം. 2021 ഒക്ടോബർ 15-നാണ് കനത്ത കാറ്റിലും മഴയിലും ബിഗ് ബെൻ ഹൗസിന്റെ മതിലിൽ വിള്ളൽ വീണത്. 31 പേരാണ് അന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറിയത്. ഇതിനിടെ സ്വന്തം ഭവനം കാണാനാകാതെ 2 പേർ മരണത്തിന് കീഴടങ്ങി. കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. സ്വകാര്യത പോലും നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പൊടിയും മറ്റും കയറി കുട്ടികൾ ഉൾപ്പെടെ അസുഖബാധിതരായ സാഹചര്യമായിരുന്നു. മാത്രമല്ല എലി ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യവും ഏറെയാണ്. ശുചിമുറി മാലിന്യ ടാങ്ക് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയതോടെ കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ പടരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടെ ഗത്യന്തരമില്ലാതെ 3 കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി. വാടക കൊടുക്കുവാനുള്ള ശേഷിയില്ലെങ്കിലും കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് മാറാൻ നിർബന്ധിതരാകുകയായിരുന്നു താമസക്കാർ. കെട്ടിടത്തിന് വിള്ളൽ വീണപ്പോൾ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പുമായി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എത്തിയെങ്കിലും ഇവരെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയതോടെ എല്ലാം മന്ദഗതിയിലായി. വഖഫിന്റെ അധീനതയിലുള്ള കെട്ടിടമായതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അവരുടെ അനുവാദം വേണമായിരുന്നു. വഖഫ് ബോർഡ് അനുവാദം നൽകിയെങ്കിലും നവീകരണത്തിലുള്ള ഫണ്ട് വിലങ്ങുതടിയായി. ഇതിനുശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സമ്മതവുമായി എത്തിയെങ്കിലും അവരും പിന്മാറി. സുഖമില്ലാതെ ഇരിക്കുന്ന വയോധികർ ഉൾപ്പെടെ ഇവിടെ ദുരിത ജീവിതം നയിക്കുകയായിരുന്നു. സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹവുമായി ഇവർ കഴിയവേ ഇവരുടെ ദുരിതം കേട്ടറിഞ്ഞെത്തിയ AM നൗഷാദ് നവീകരണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് നവീകരണ ജോലികൾ തുടങ്ങിയത്. 8 മാസത്തിനകമാണ് ജോലികൾ പൂർത്തീകരിക്കുന്നത്. 6 കുടുംബങ്ങൾക്കും അടുക്കള, ശുചിമുറി, കിടപ്പുമുറി, ഹാൾ ഉൾപ്പെടെയാണ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവർ ശുചിമുറി സംവിധാനത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു. നവീകരണത്തിന്റെ അവസാന മിനുക്കുമണികൾ മാത്രമേ ഇനി പൂർത്തിയാകാനുള്ളൂ. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ബിഗ് ബെൻ ഹൗസ് AM നൗഷാദ് സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. ഓഗസ്റ്റ് 10-ന് താമസക്കാർക്ക് താക്കോൽ കൈമാറുമെന്ന് AM നൗഷാദ് വ്യക്തമാക്കി. ADGP P വിജയനാണ് താക്കോൽ കൈമാറുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും AM നൗഷാദ് വ്യക്തമാക്കി. നമ്മളെ നിർമ്മാണം ഏകദേശം ബെഡ് പൂർത്തീകരിക്കാൻ പോണെയാണ്. ഏകദേശം ഒരു 95% പണി തീർന്നിരിക്കുകയാണ്. നമ്മള് ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 10-ആണ് ഇതിന്റെ ഉദ്ഘാടനം കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. 6 കുടുംബങ്ങൾക്കും 3 വർഷമായിട്ട് അവര് ഹോളിൽ താമസിക്കുന്നതാണ്. അവരെ ഇങ്ങോട്ട് മാറ്റി താമസിക്കുവാനുള്ള 10-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 10-ാം തീയതി താക്കോല് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നവീകരണത്തിന് എത്ര ലക്ഷം രൂപ താങ്കളുടെ ഭാഗത്തുനിന്ന് ഏകദേശം ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 10-20 താഴെ വരും, മുകളിലേക്ക് വരും. കറക്റ്റ് നോക്കിയിട്ടില്ല, റജിക്ക് അറിയാവുള്ളൂ. ആ വീഡിയോ കണ്ടപ്പം ഒരു മാനസികമായിട്ടൊരു പ്രശ്നമല്ല. കാരണം നമ്മളൊക്കെ ഇത്രയും സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ദേശത്ത് ഇങ്ങനെ ഒരു സാധനം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അവിടെ പോയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം പല സംഘടനകളും ഏറ്റെടുത്തു, അതിന്റെ പിരിവും തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ടും എന്റെ സംഘടന കൊണ്ടും ഞാൻ ചെയ്യിച്ചു തരാം എന്നുള്ളത്. ഓൾറെഡി എന്റെ സംഘടനക്ക് ഗില്ലറ്റ് ബൈക്ക് ഏജന്റ് അസോസിയേഷനോട് ഞാൻ ഓൾറെഡി സംസാരിച്ചു വെച്ചു. അപ്പൊ അവര് പറഞ്ഞു പ്രസിഡന്റ് എന്താന്ന് വെച്ച് നോക്കിയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പം എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സംഘടന എന്താണെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നെ ആ കുട്ടിക്ക് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് റജീനോ അറേഞ്ച് ചെയ്ത് ഇന്ന് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.